ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാന സവിശേഷതയായി പറയാറുള്ളത് നമ്മുടെ ബഹുസ്വരതയാണ്. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനവും ഒരു രാജ്യത്തിന് തുല്യമാണ്. അത്രയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ഇവിടെയുണ്ട്. 100-ൽ പരം ഭാഷകളുണ്ട്. പല വിഭാഗങ്ങളിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് നമ്മുടെ ഡൈവേഴ്സിറ്റി. ഇത് ചില സമയത്തെങ്കിലും പരിഹരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കലാപങ്ങളിലേക്ക് നയിക്കാറുണ്ട്. मंदिर बनाएंगे, मंदिर तोड़ेंगे, ढांचे को हटाएंगे। അത്തരത്തിലുള്ള ഒരു എത്നിക് കോൺഫ്ലിക്റ്റിൽ കത്തിയമരുകയാണ് ഇന്ന് മണിപ്പൂർ. ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം മണിപ്പൂർ കോൺഫ്ലിക്റ്റിൽ 200-ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4000-ലധികം വീടുകൾ കത്തിച്ചിട്ടുണ്ട്. 60,000-ലധികം ആളുകൾ പെർമനന്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എല്ലാം നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞ് ഈ വാർത്തകൾ പരമാവധി പബ്ലിക് അറിയാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മണിപ്പൂരിലെ എത്നിക് കോൺഫ്ലിക്ട്സിന്റെ കാരണങ്ങൾ? പരിഹരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സങ്കീർണ വിഷയമായി ഇത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശോധിക്കാം മണിപ്പൂരിന്റെ ചരിത്രവും ഇന്നത്തെ കലാപവും. ദി 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. മിസോറാം, നാഗാലാൻഡ്, ആസാം തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായും ഇന്ത്യയുടെ അയൽരാജ്യമായ മ്യാൻമറുമായും ബോർഡർ പങ്കിടുന്ന ഒരു സ്റ്റേറ്റാണ് മണിപ്പൂർ. മണിപ്പൂരിന്റെ ഭൂപ്രദേശം പ്രധാനമായി ഹില്ലി ഏരിയാസായും പ്ലെയിൻ വാലികളായും തരംതിരിക്കാൻ പറ്റും. 3 കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളാണ് മണിപ്പൂരിൽ താമസിച്ചു വരുന്നത്. ഇവരെ കുക്കീസ്, നാഗാസ്, മെയ്തീസ് എന്നീ പേരുകളിലാണ് വിളിക്കുന്നത്. മണിപ്പൂരിലെ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് മെയ്തി ഗ്രൂപ്പ്. 12-ാം നൂറ്റാണ്ട് മുതൽ മെയ്തി വിഭാഗം മണിപ്പൂരിൽ ജീവിച്ചിരുന്നതായി ചരിത്രരേഖകൾ കാണാൻ പറ്റും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് മണിപ്പൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ മെയ്തി വിഭാഗത്തിൽ പെടുന്നവരായിരുന്നു. ഇന്ത്യയുടെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് ഇവർ സംസാരിക്കുന്ന മെയ്തി ഭാഷ അല്ലെങ്കിൽ മണിപ്പൂരി ഭാഷയാണ്. അധികം മെയ്തി വിഭാഗക്കാരും ഹിന്ദുക്കളാണ്. മൈനോറിറ്റിയായി മെയ്തി മുസ്ലിങ്ങളും സാനാമാഹി മതക്കാരും ഇവരിലുണ്ട്. മണിപ്പൂരികളുടെ ഇടയിലുള്ള ഒരു ബഹുദൈവ വിശ്വാസമാണ് സാനാമാഹിസം. 2011-ലെ സെൻസസ് പ്രകാരം മണിപ്പൂരിലെ ജനസംഖ്യയിൽ 53%-ലധികം മെയ്തി കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഇവരെ മണിപ്പൂരിലെ മെജോറിറ്റിയായി കൺസിഡർ ചെയ്യുന്നു. കുക്കീസ്, നാഗാസ് എന്നീ കമ്മ്യൂണിറ്റികൾ മണിപ്പൂരിലെ മലയോരങ്ങളിൽ താമസിക്കുന്ന മൈനോറിറ്റീസ് ആയി കാണപ്പെടുന്ന കമ്മ്യൂണിറ്റീസ് ആണ്. ഇവർ നൂറ്റാണ്ടുകളായി വനാന്തരങ്ങളിൽ ജീവിച്ചു വരുന്ന മനുഷ്യരാണ്. മെയ്തി വിഭാഗത്തിനുള്ള അതേപോലെ തന്നെ ഒരു റിച്ച് കൾച്ചറൽ ഹിസ്റ്ററി ഈ വിഭാഗങ്ങൾക്കുമുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയവരാണ് ഈ വിഭാഗങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഈ വനപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന ക്രിസ്ത്യൻ മിഷണറീസ് കുക്കീസിനെയും നാഗാസിനെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലെ അവസ്ഥയിൽ ഇവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യൻസ് ആണ്. നോർത്ത് മണിപ്പൂരിലാണ് നാഗാസിനെ കൂടുതലായി കണ്ടുവരുന്നത്. സൗത്ത് മണിപ്പൂരിലെ മലയോരങ്ങൾ കുക്കീസിന്റെ കയ്യിലാണ്. മണിപ്പൂരിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് ചൊല്ലിയുള്ള തർക്കമാണ് ഈ 3 കമ്മ്യൂണിറ്റീസിന്റെയും ഇടയിലുള്ളത്. തുടക്കത്തിൽ പറഞ്ഞ ബഹുസ്വരത ഒരു വില്ലനാകുന്ന അവസ്ഥയാണ് മണിപ്പൂരിലുള്ളത്. ഈ 3 കമ്മ്യൂണിറ്റിയും രാഷ്ട്രീയപരമായ ഭിന്നതയിലാണ്. ഇവർ 3 പേർക്കും മണിപ്പൂരിനെ വ്യത്യസ്ത രീതിയിൽ വിഭജിക്കണമെന്നാണ് ലക്ഷ്യം. ഇവർ 3 പേരെയും ചേർത്ത് നിർത്താൻ ഒരു കോമൺ ഐഡന്റിറ്റി ഇല്ല എന്നതാണ് മണിപ്പൂർ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയ ശേഷം 1949-ലാണ് അന്നത്തെ രാജാവ് മണിപ്പൂരിനെ ഇന്ത്യയുമായി ലയിപ്പിക്കാൻ ഒരു കരാർ ഒപ്പിടുന്നത്. മെയ്തിയും നാഗാസും കുക്കീസും ഇന്ത്യയുമായുള്ള ഈ ലയനത്തെ ശക്തമായി എതിർത്തവരാണ്. 49-ലെ ലയനത്തിന് ശേഷം 1972 വരെ മണിപ്പൂരിൽ സർക്കാരിനെതിരെ 3 വിഭാഗത്തിന്റെയും പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായി മെയ്തി രാജാക്കന്മാർ ഭരിച്ചിരുന്ന മണിപ്പൂരിനെ ഒരു രാജ്യമായി വിട്ടുതരണമെന്നായിരുന്നു മെയ്തി വിഭാഗത്തിന്റെ അന്നത്തെ ഡിമാൻഡ്. അതേസമയം കുക്കീസിന്റെ ആവശ്യം കുക്കി ലാൻഡ് എന്ന അവരുടെ സ്വന്തമായ ഒരു രാജ്യമായിരുന്നു. ഇന്ന് കാണുന്ന മണിപ്പൂർ, മ്യാൻമാർ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ ചേർത്താണ് കുക്കീസ് കുക്കി ലാൻഡിന് വേണ്ടി പ്രതിഷേധിച്ചിരുന്നത്. നാഗാസ് ആകട്ടെ മണിപ്പൂർ, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം ചേർത്ത് നാഗാലിം എന്ന അവരുടെ രാജ്യത്തിനു വേണ്ടിയും പ്രതിഷേധിച്ചു. ഈ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് പല മിലിറ്റന്റ് ഓർഗനൈസേഷൻസും ജനനമെടുക്കുകയാണ്. ഗവൺമെന്റിനെതിരെയും മറ്റു വിഭാഗങ്ങൾക്കെതിരെയും ആയുധങ്ങൾ എടുത്തു തന്നെ ഇവർ പോരാടാൻ തുടങ്ങി. 1972-ൽ മണിപ്പൂർ ഒരു സംസ്ഥാനമായി വന്ന ശേഷം മെയ്തി വിഭാഗം മെല്ലെ മെല്ലെ ഇന്ത്യൻ ഗവൺമെന്റുമായി സഹകരിക്കാൻ തുടങ്ങി. മെജോറിറ്റി ആയിരുന്ന മെയ്തി വിഭാഗത്തെ കേന്ദ്രീകരിച്ച് വികസന പദ്ധതികൾ സർക്കാർ കൊണ്ടുവരാൻ തുടങ്ങി. അതേസമയം ST കാറ്റഗറിയിൽ പെടുന്ന കുക്കീസിന്റെയും നാഗാസിന്റെയും സംരക്ഷണത്തിന് വേണ്ടി ഹിൽ ഏരിയാസ് കമ്മിറ്റി, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ കൂടി നിലവിൽ വരികയാണ്. കുക്കീസിന്റെയും നാഗാസിന്റെയും വനപ്രദേശങ്ങൾ കയ്യേറാതിരിക്കാൻ വേണ്ടി മെയ്തി വിഭാഗക്കാർക്ക് മലയോരങ്ങളിൽ ഇവരുടെ സ്ഥലങ്ങൾ വാങ്ങാൻ സാധിക്കില്ല എന്നൊരു നിയമവിലക്ക് കൂടി ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിഗണനകൾ ഒഴിച്ചാൽ ബാക്കി വരുന്ന എല്ലാ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റും മെയ്തി വിഭാഗക്കാർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് 1990-കളിൽ അവരുടെ മെയ്തി ഭാഷ മണിപ്പൂരിന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തു.
സ്കൂളുകളിൽ ഈ ഭാഷയിലെ പഠിപ്പിക്കാൻ പാടൂ എന്ന് നിബന്ധന ഇറക്കി. ഇതെല്ലാം കുക്കീസും നാഗാസും ശക്തമായി എതിർത്തിരുന്നു. 2017 മുതൽ 2020 വരെയുള്ള ബജറ്റ് അലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ മേത്തി വിഭാഗത്തിന് വേണ്ടി 21,481 കോടി രൂപ സർക്കാർ ചിലവഴിച്ചതായി കാണാൻ സാധിക്കും. അതേസമയം കുക്കീസ്, നാഗാസ് തുടങ്ങിയ മറ്റു വിഭാഗങ്ങൾക്ക് വേണ്ടി ആകെ ചിലവാക്കിയത് 419 കോടി രൂപയാണ്. ഇത്തരത്തിൽ വികസനത്തിലുള്ള ഒരു വലിയ അന്തരം ഒരുപാട് വർഷങ്ങളായി കുക്കീസും നാഗാസും ചൂണ്ടിക്കാണിക്കുന്നതാണ്. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയാലും നിലവിലുള്ള മണിപ്പൂർ സ്റ്റേറ്റ് അസംബ്ലിയിൽ 40 സീറ്റുകളിൽ മേത്തി പീപ്പിളാണ്. വെറും 19 സീറ്റുകളിലാണ് നാഗാസും കുക്കീസും ഉള്ളത്. നിലവിലുള്ള ചീഫ് മിനിസ്റ്ററായ എൻ ബൈരൻ സിംഗും മേത്തി വിഭാഗത്തിൽ വരുന്ന ഒരാളാണ്. കുക്കീസിനും നാഗാസിനും അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാനും പരിഹരിക്കാനുമുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല എന്ന കംപ്ലൈന്റ് ഒരുപാട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. 2023 മുതൽ മണിപ്പൂരിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് കുക്കീസും മേത്തികളും തമ്മിൽ നടക്കുന്ന ഒരു കലാപമാണ്. ഈ കലാപത്തിന്റെ തുടക്കത്തിന് വഴിവെച്ച സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. 2012 മുതൽ മേത്തി വിഭാഗത്തിനും ST കാറ്റഗറി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. 2023 ഏപ്രിലിൽ മണിപ്പൂർ ഹൈക്കോടതി ഈ അപേക്ഷകൾ പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിനോട് പറയുകയാണ്. ഇതിനെതിരെ ഇംഫാൽ വാലി എന്ന പ്രദേശത്തെ കുക്കി സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ST സ്റ്റാറ്റസ് മേത്തികൾക്ക് നൽകിയാൽ മണിപ്പൂരിലെ മലയോരങ്ങളിലുള്ള സ്വാധീനം കുക്കീസിന് നഷ്ടപ്പെടുമെന്നാണ് ഇവരുടെ വാദം. മേത്തികളുടെ പ്രധാന പ്രശ്നം അവർക്ക് മണിപ്പൂരിൽ വളരെ ലിമിറ്റഡ് ആയി മാത്രമേ സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. 53% വരുന്ന മേത്തികൾ 10% ഭൂമിയിലാണ് ജീവിക്കുന്നത്. ബാക്കി 90% ഭൂമിയും കുക്കീസിന്റെയും നാഗാസിന്റെയും കയ്യിലാണ്. മെയ് 2023 ഇംഫാൽ വാലിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഒരു കുക്കി മേത്തി കലാപം ഉടലെടുക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിൽ കൊല്ലപ്പെടുന്നു. ഇതിന്റെ തുടർച്ചയായി കുക്കീസ് ചേർന്ന് മേത്തി ഡോമിനേറ്റഡ് ആയ ചുരചന്ദ്പൂർ എന്നൊരു ഗ്രാമം കത്തിക്കുകയാണ്. ഈ വാർത്ത പടർന്നതോടുകൂടി ഒരു വലിയ കലാപമായി ഇത് മാറുകയാണ്. ഇത്ര വലിയൊരു കലാപം രാജ്യത്ത് നടന്നിട്ടും ഇതിന്റെ വാർത്ത മണിപ്പൂർ BJP ഗവൺമെന്റ് പുറത്തുവിട്ടിരുന്നില്ല. കേന്ദ്ര സർക്കാരും ഈ വിഷയം പരമാവധി ജനങ്ങൾ അറിയാതെ ഒതുക്കി വെക്കാൻ ശ്രമിച്ചു. ജൂലൈ 2023 2 കുക്കി യുവതികളെ നഗ്നരാക്കി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് മണിപ്പൂർ കോൺഫ്ലിക്റ്റ് വീണ്ടും ശ്രദ്ധ നേടിയത്. മേത്തി കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ സംസ്ഥാന സർക്കാരും പോലീസും കുക്കികൾക്ക് എതിരാണെന്നും ഒരു ദയവുമില്ലാതെ ഇവരെ വേട്ടയാടുകയാണെന്നും ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടും കലാപം നിയന്ത്രിക്കാനോ സംഘർഷം പരിഹരിക്കാനോ BJP സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതുവരെ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നൊരു കൃത്യമായ കണക്ക് വരെ ഗവൺമെന്റിന്റെ കയ്യിലില്ല. ബൈരൻ സിംഗിന്റെ മന്ത്രിസഭയിലുള്ള BJP MLAs വരെ സർക്കാരിനെതിരെ സംസാരിച്ചു തുടങ്ങി. ഇവരെല്ലാവരും ചേർന്ന് തന്നെ അയാളോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന വാദം തന്നെയാണ് ബൈരൻ സിംഗിനും അമിത്ഷായ്ക്കുമുള്ളത്. ഒക്ടോബർ അവസാനം തൊട്ട് മണിപ്പൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പുതിയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വാർത്തയാണ് സൂചിപ്പിക്കുന്നത്. കുക്കി വിഭാഗക്കാർക്ക് മ്യാൻമാർ ബോർഡറിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കലാപത്തിന് വേണ്ടി ലഭിക്കുന്നുണ്ട്. മ്യാൻമാറിലെ ചിൻ കമ്മ്യൂണിറ്റിയുടെ മൈഗ്രേഷൻ മണിപ്പൂരിലെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇതുകൂടാതെ വനമേഖലകളിൽ വലിയ തോതിൽ പോപ്പിച്ചെടികളുടെ കൾട്ടിവേഷൻ ലഹരി മാഫിയ നടത്തുന്നുണ്ട്. മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഏരിയകളിലേക്ക് സർക്കാരിന് ചെന്നെത്തുക ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം സംഘർഷത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരു എമർജൻസി സിറ്റുവേഷൻ പരിഗണിച്ച് ആർട്ടിക്കിൾ 356 പ്രഖ്യാപിച്ച് പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരാനുള്ള സമയം മണിപ്പൂരിൽ അതിക്രമിച്ചിരിക്കുന്നു. 3 വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റ് മാത്രമാണ് മണിപ്പൂരിന്റെ ഇനിയുള്ള പ്രതീക്ഷ. എന്നാൽ ബദ്ധശത്രുക്കളായി പരസ്പരം കാണുന്ന ഈ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സംഭാഷണം എങ്ങനെ സാധ്യമാകുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കൂടുതൽ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ നൽകുന്നതും തുല്യമായ രീതിയിൽ വികസന സാധ്യതകൾ കൊണ്ടുവരുന്നതും സൊല്യൂഷൻസായി പരിഗണിക്കാം. പക്ഷെ ഒരു ലോങ് ടേം സൊല്യൂഷൻ എന്ന നിലയിൽ 3 വ്യത്യസ്ത വിഭാഗക്കാർക്ക് കോമൺ ആയി കൊണ്ടു നടക്കാവുന്ന ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതിന് പ്രധാന തടസ്സമായി നിലനിൽക്കുന്നത് മണിപ്പൂർ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സ് തന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ച് പരിഹരിക്കേണ്ടവർ തന്നെ കലാപ വാർത്തകൾ മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജനങ്ങൾ സഹായത്തിനായി ആരെ സമീപിക്കും? വർഷങ്ങളായി നിലനിൽക്കുന്ന മണിപ്പൂർ സംഘർഷത്തിന് എന്നാണ് ഒരു അവസാനം ഉണ്ടാവുക? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.